ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്ന് രണ്ട് ലോഞ്ച് ഡേറ്റുകൾ, വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ലോഞ്ച് ഡേറ്റുകളും അതിനറിയാൻ കഴിഞ്ഞിട്ടുള്ള മറ്റു പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി ചേർന്നതാണ്. ആദ്യത്തെ വിഷയം റിയൽമി 8 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതിന്റെ ലോഞ്ച് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് 24 തീയതിയാണ്. സോ റിയൽമി 8 സീരീസ് വരികയാണ്. റെഡ്മി നോട്ട് സീരീസിനോട് ഏറ്റുമുട്ടാൻ തന്നെയാണ് ഇവർ വരുന്നത്, യാതൊരു സംശയവുമില്ല. അവിടെ 5G ഉണ്ടായില്ല, ബട്ട് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേയും 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും ഒക്കെ ആയിട്ട് റെഡ്മി നോട്ട് 10 സീരീസ് ഫോണുകൾ അടിപൊളിയാണ്. എസ്പെഷ്യലി പ്രോയും പ്രോ മാക്സും ഈ പറഞ്ഞ റീഫ്രഷ് റേറ്റും ആമോലെഡ് ഡിസ്പ്ലേയും ഒക്കെ ആയിട്ടാണ് വരുന്നത്. സോ എക്സലന്റ് ഫോണുകൾ, ഓവറോൾ പെർഫോമൻസ് ആയാലും എങ്ങനെയായാലും ഡിസൈൻ ആയാലും എല്ലാം തന്നെയും ഒരു ഡീസന്റ് ഫോണുകളാണ്. സോ അതിനോട് കോമ്പീറ്റ് ചെയ്യാൻ തക്ക പവറിൽ തന്നെയാണ് റിയൽമി 8 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം. ഇതിലും 5G ഉണ്ടാവില്ല. നോട്ട് സീരീസിൽ 5G ഇല്ലാത്ത പോലെ തന്നെ റിയൽമി 8 സീരീസിലും 5G ഉണ്ടാവില്ല എന്നാണ് നമ്മൾ കേട്ടിരുന്നത്. ബട്ട് അവരുടെ ഒഫീഷ്യലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, റിയൽമി ആണ് 5G കൂടുതലായിട്ടും ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഈവൻ 17,000-നും 20,000-നും ഒക്കെ റിയൽമി ഫോണുകളുണ്ട്. സോ അവർ പറയുന്നത് ശരിയാണ്. അതുകൊണ്ട് തന്നെ റിയൽമി 8 സീരീസിൽ 5G ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല എന്നൊരു കമന്റ് കൂടി നമ്മൾ കണ്ടായിരുന്നു. സോ മേ ബി റിയൽമി 8 സീരീസിൽ ഒരു 5G ഫോൺ ഉണ്ടായേക്കാം. ഉറപ്പൊന്നുമില്ല. അങ്ങനെയുള്ളതായിട്ട് യാതൊരുവിധ സൂചനകളും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി ഉണ്ടാവുമോ നമുക്കറിയില്ല. ഓൾറെഡി നമുക്ക് ഇതുവരെ കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് റിയൽമി 8 സീരീസിൽ 5G ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എങ്കിലും അവരങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വെർഷനിൽ 5G ഉണ്ടായിക്കൂടായിക്കില്ല. എന്തായാലും റിയൽമി 8 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. 24 തീയതിയാണ്. മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ട് ഇത്തവണ ഇവർ എടുത്ത് കാണിക്കുന്നത് 108 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. 8K റെസൊല്യൂഷനേക്കാൾ 3 ഇരട്ടി റെസൊല്യൂഷൻ വരുന്ന ഇമേജുകൾ കിട്ടുന്ന ഒരു സംഗതിയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പരസ്യങ്ങൾ കാണുന്നുണ്ട്. ഇഷ്ടംപോലെ പരസ്യങ്ങളാണ്. ഫ്ലിപ്കാർട്ടിലും അവരുടെ സൈറ്റിലായാലും ട്വിറ്ററിലായാലും ഒക്കെ ഇഷ്ടംപോലെ പരസ്യങ്ങളാണ്. പരസ്യങ്ങൾക്കപ്പുറം റിയലി ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയാൻ 24 തീയതി വരെ കാത്തിരിക്കണം. 24 തീയതിയാണ് അതിന്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത്. ഒപ്പം തന്നെ 50 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, 65 വാട്ടിന്റെ ചാർജർ ബോക്സിൽ, 4310 mAh ബാറ്ററി. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്ത ഓപ്പോ F19 Pro Plus 5G എന്ന ഫോണിന്റെ സ്പെക്കല്ലേ ഈ ബാറ്ററിയും കാര്യങ്ങളൊക്കെ. ശരിയാണല്ലേ, ബാറ്ററി ഈ ഒരു ബാറ്ററി കുറെ ഫോണുകളിൽ വെക്കുന്നുണ്ട്. ബട്ട് ഈ ഡിസൈൻ കൂടി ആ ഒരു ഫോണുമായിട്ട് സാദൃശ്യമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സീരീസ് വരാൻ പോകുന്നത്. 24 തീയതി നമുക്കറിയാം. ഇനി അടുത്ത ഒരു ഫോൺ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് കാത്തിരുന്ന പോക്കോ X3 Pro എന്ന ഫോണാണ്. പോക്കോ F1 ശേഷം F2 കൊണ്ടുവരാൻ, ആ ഒരു സ്റ്റൈലിൽ കൊണ്ടുവരാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പൊ ഈ കോസ്റ്റ് ഒക്കെ തിരി കൂടി, ടാക്സ് ഒക്കെ കൂടി, അതുകൊണ്ട് ആ ഒരു ലെവലിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ അവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇപ്പൊ പോക്കോ X3 Pro വരികയാണ്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറുമായിട്ടായിരിക്കും വരിക എന്നാണ് കേൾക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 870 എന്ന് പറയുന്നു, 60 എന്നും പറയുന്നു. ഇതിലേതിലായിരിക്കും ഇത് വരാൻ പോകുന്നത് നമുക്കറിയില്ല. എങ്ങനെ പോയാലും ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊസസർ വെച്ചുകൊണ്ടാണ് ഈ പോക്കോ X3 Pro ഫോൺ വരാൻ പോകുന്നത്. ഇതിന്റെ ലോഞ്ച് ഡേറ്റും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാർച്ച് 30 തീയതിയാണ് ഇന്ത്യയിൽ ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഗ്ലോബലി ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 22 തീയതിയാണ്. അപ്പൊ ഗ്ലോബലി ഇന്ത്യക്ക് പുറമെ ഇത് ലോഞ്ച് ചെയ്യുന്നുണ്ട് 22 തീയതി. 22 ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം 30 തീയതി ആയിരിക്കും അത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക. രണ്ടായാലും വേണ്ട, ഗ്ലോബലിയും ഇന്ത്യയിലും ഒക്കെ പോക്കോയുടെ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അവർ പറഞ്ഞിട്ടില്ല പോക്കോ X3 Pro ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്ന്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, കാരണം ഓൾറെഡി ലീക്സ് റൂമേഴ്സ് വഴി ഇന്ത്യയിലെ സർട്ടിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് പോക്കോ X3 Pro ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫോൺ പോക്കോ X3 Pro ആയിരിക്കുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഗ്ലോബലി ഇത് പോക്കോ X3 Pro എന്ന പേരിലാവണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ പോക്കോ F3 Pro അങ്ങനെ എന്തെങ്കിലും പേരിലായിരിക്കും. ബട്ട് ഇന്ത്യയിൽ പോക്കോ X3 Pro എന്ന പേരിൽ തന്നെയാണ് നമ്മളിത് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി കൂട്ടത്തിൽ ഇവർ എന്തെങ്കിലും വ്യത്യാസത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും ഇന്ത്യയിൽ 30 തീയതിയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഗ്ലോബലി 22 തീയതിയാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് 120 ഹെർട്സിന്റെ ആമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഫുൾ HD ഡിസ്പ്ലേ തന്നെ വരുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 860 എന്നാണ് ലാസ്റ്റ് കേൾക്കുന്നത്. 5200 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒപ്പം പറയപ്പെടുന്നുണ്ട്. സോ ഓവറോൾ പോക്കോ X3 Proയും ഒരു കിടിലൻ സെറ്റപ്പിൽ വരാൻ സാധ്യതയുണ്ട്. സോ ഈ രണ്ട് വിഷയങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേറെ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് റെഡ്മി നോട്ട് സീരീസിന്റെ സെയിൽ ഡേറ്റ് 16, 17, 18 തീയതികളിലായിട്ടാണ്. 16 തീയതി റെഡ്മി നോട്ട് 10ഉം 17 തീയതി 10 പ്രോയും 18 തീയതി പ്രോ മാക്സും സെയിൽ ചെയ്യുന്നുണ്ട്. അതിന്റെ വില വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ആമസോണിലാണ് ഇതിന്റെ സെയിൽ നടക്കാൻ പോകുന്നത്. റിയൽമി 8 സീരീസ് ആണെങ്കിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിലാണ്. സോ അത് രണ്ടും വ്യത്യസ്തമായിരിക്കും, ഒന്ന് ആലോചിച്ച് വെക്കുക. ഇനി അടുത്തൊരു കാര്യം, റിയൽമിയുടെ X9 Pro എന്ന് പറയുന്ന ഒരു കർവ്ഡ് ഫോൺ, കർവ്ഡ് ഡിസ്പ്ലേക്കുള്ള ഒരു ഫോൺ വരാൻ പോകുന്നുണ്ട്. സോ അവർ കർവ്ഡ് ഡിസ്പ്ലേക്ക് ആയിട്ട് ഇത്തിരി ഫ്ലാഗ്ഷിപ്പ് ലെവലിലേക്ക് കാര്യങ്ങൾ മാറ്റുകയാണെന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു ഫോൺ കൂടി വരാൻ പോകുന്നതായിട്ടാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടിട്ടുള്ള വാർത്തകൾ. അതിനകത്ത് 6.55 ഇഞ്ച് വരുന്ന കർവ്ഡ് ആമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും. 4500 mAh ബാറ്ററിയും 65 വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ പറയുന്നുണ്ട്. ട്രിപ്പിൾ ക്യാമറയും 7.8 mm വളരെ തിന്നായ അല്ലെങ്കിൽ വളരെ സ്ലിം ആയ ഒരു ഫോണും കാര്യങ്ങളൊക്കെയാണ് ഇവർ കൊണ്ടുവരാൻ പോകുന്നത്, ആ കർവ്ഡ് ഡിസ്പ്ലേ ഫോൺ. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം. ഇനി ലാസ്റ്റ് ഒരു വിഷയം എന്ന് പറയുന്നത് OnePlus 9 സീരീസിന്റെ ഇമേജുകൾ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാം. ഇതൊക്കെയാണ് OnePlus 9 സീരീസിലെ ഫോണുകളുടെ ഇമേജ്. അപ്പൊ ഈ ഇമേജുകൾ കണ്ടു കഴിയുന്നിടത്ത് ഇന്നത്തെ വീഡിയോ, ഈ ഒരു ചെറിയ ടെക് ന്യൂസ് വീഡിയോ അവസാനിക്കുകയാണ്. വീണ്ടും കൂടുതൽ ടെക്നോളജി വാർത്തകളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം.